പ്രിയമുള്ളവരെ, യേശു സുവിശേഷത്തിലൂടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജീവിതത്തിനോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന വാക്കുകളാണ്. ഓരോ സുവിശേഷവും നമ്മൾ വായിക്കുമ്പോൾ സുവിശേഷത്തിലെ വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കണം. ചേർന്ന് നിൽക്കാതെ വായിക്കപ്പെടുന്ന വാക്കുകളെല്ലാം വെറും വാക്യങ്ങളായിട്ട് മാത്രം ഒതുങ്ങുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ ഈശോ സ്വർഗരാജ്യത്തെ 3 കാര്യങ്ങളോടാണ് ഉപമപ്പെടുത്തുക. ഒന്ന്, നിധി ഒളിപ്പിക്കപ്പെട്ട നിലം ഒളിച്ചു വെച്ചുകൊണ്ട് അത് വാങ്ങാനായിട്ട് പോകുന്ന വ്യക്തിക്ക് തുല്യമായി. രണ്ടാമതായിട്ട്, വിലയേറിയ രത്നം കണ്ടെത്തി അത് വാങ്ങുവാനായി പോകുന്ന രത്ന വ്യാപാരിക്ക് തുല്യമായി. മൂന്നാമതായി, എല്ലാത്തരം മത്സ്യങ്ങളും പിടിക്കാനായി വലയെറിഞ്ഞിട്ട് വലയിൽ കിട്ടിയ നല്ല മത്സ്യങ്ങളെ മാത്രം വേർതിരിച്ചെടുക്കുന്ന വ്യക്തിയുമായിട്ട്. ഈശോ പറയുന്ന ഈ 3 ഉദാഹരണങ്ങളും സാധാരണക്കാരനോട് ചേർന്ന് നിൽക്കുന്ന ഉപമകളാണ്. എന്തുകൊണ്ടാണ് ഇത്തരം ഉപമകൾ ഉപയോഗിച്ചതെന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുക, താൻ പറയുന്ന വാക്യങ്ങളൊന്നും ഒരിക്കലും പാഴായി പോകരുതെന്ന് ഈശോ ആഗ്രഹിച്ചിരിക്കുക. സാധാരണക്കാരൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന 2 കാര്യങ്ങളാണ് അതിൽ കാണുക. ഒന്ന്, സ്വത്തും സമ്പാദ്യവും. 2, ആഹാരവും. സാധാരണക്കാരന് എന്നും അത് മനസ്സിലാകും, അതിൻ്റെ ആവശ്യകത എന്തെന്നും. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഈ സ്വത്തും സമ്പത്തും ഒരുമിച്ച് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള അലച്ചിലുകളാണ്. പാലായനത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ബൈബിളിൻ്റെ ചരിത്രം മുഴുവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പാലായനങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഓരോ സംസ്കാരവും രൂപപ്പെടുന്നതിന് പിന്നിൽ ഈ പാലായനങ്ങൾക്കും പ്രത്യേകമായ ചരിത്രമുണ്ട്. പാലായനങ്ങൾ 2 തരമുണ്ട്. ഒന്ന്, അഭയത്തിന് വേണ്ടിയിട്ടുള്ള പാലായനം. 2, ആകർഷണം കൊണ്ടുള്ള പാലായനം. അഭയത്തിന് വേണ്ടിയിട്ടുള്ള പാലായനങ്ങൾ നമുക്കെല്ലാം സുപരിചിതമാണ്. ബൈബിളിൻ്റെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തീയ സംസ്കാരം രൂപപ്പെടുന്നതിന് പിന്നിൽ ജനതയുടെ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള രക്ഷ നേടിക്കൊണ്ടുള്ള അവരുടെ പാലായനത്തിന് വലിയ പങ്കുണ്ട്. ഓരോ മനുഷ്യരും അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ വന്നു കഴിയുമ്പോൾ സ്വസ്ഥമായൊരു അഭയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാലായനങ്ങൾ നടത്താറുണ്ട്. രണ്ടാമത്തേത്, ആകർഷണത്തിന് വേണ്ടിയിട്ടുള്ള പാലായനമാണ്. ആകർഷണത്തിന് വേണ്ടിയിട്ടുള്ള പാലായനം നമുക്ക് പലപ്പോഴും സുപരിചിതമാണ്. മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളോടും ജീവിത രീതികളോടും സന്തോഷങ്ങളൊക്കെ കണ്ടുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് അവയ്ക്ക് പിന്നാലെ നമ്മൾ പാലായനം ചെയ്യുന്നു. ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളിൽ ചിലരെങ്കിലും ഇത്തരത്തിലുള്ള യാത്രകൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം. ഈ യാത്രകളെ സ്വപ്നം കാണുന്നവരായിരിക്കാം. നമ്മൾ ആകർഷിക്കപ്പെട്ട പലതിനും വേണ്ടി പലതും ഉപേക്ഷിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന മൂല്യങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ്. സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുക വിവേകപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ആകർഷണപൂർണ്ണമുള്ള പാലായനത്തിന് വേണ്ടി പലതും നമ്മൾ നഷ്ടപ്പെടുത്താറുണ്ട്. ഈ നഷ്ടപ്പെടുത്തി നമ്മൾ നേടുന്നതിനിടയിൽ ഏറ്റവും മൂല്യമേറിയ രത്നങ്ങൾ നമുക്ക് നേടാൻ കഴിയുന്നുണ്ടോ, നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഏറ്റവും വലിയ ചോദ്യം. ഈ അടുത്ത് പരിചയമുള്ള ഒരു കുടുംബത്തിലെ വീട് വെഞ്ചരിക്കാനായിട്ട് ഞാൻ കടന്നു ചെന്നു. വീട് വെഞ്ചരിപ്പിൻ്റെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വെഞ്ചരിക്കാനായിട്ട് മുറികളെല്ലാം ഗൃഹനാഥൻ എനിക്ക് കാണിച്ചു തന്നു. 1-2 മുറികൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആകാംക്ഷയായി, ഈ വീട്ടിൽ എത്ര മുറികളുണ്ടെന്നൊന്ന് എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി. ഏകദേശം 7 മുറികളോളം ഞാൻ വെഞ്ചരിച്ചു. അതിനുശേഷം മനോഹരമായിട്ടുള്ളൊരു മുഖവാരമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വെഞ്ചരിച്ച് അവിടെ നിന്ന് തിരികെ പോരാനായിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ പ്രായമായിട്ടുള്ള കുറച്ച് പേർ അവിടേക്ക് വന്നു. അവർ എന്നെ കണ്ടപ്പോൾ സ്തുതിയെല്ലാം തന്നു. ഞങ്ങളിങ്ങനെ പരസ്പരം സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്, ഈ പ്രായമായിട്ടുള്ള ഈ വീട്ടിലുള്ള ആളുകളെ കാണുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ് അവിടെ. ഏകദേശം ഞാൻ വെഞ്ചരിക്കാനായിട്ട് പോയ വീട്ടിലെ ഗൃഹനാഥന് 93 വയസ്സും ഗൃഹനാഥയ്ക്ക് 90 വയസ്സുമുണ്ട്. കുറേ നാളായി ഇവരെ പുറത്ത് കാണാത്തത് കൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി വന്നതാണ്. ആ മാതാപിതാക്കളോട് സംസാരിക്കുന്നതിനിടയിൽ അവർ എന്നോട് ഇപ്രകാരം പറഞ്ഞു, വീട്ടിൽ 5 മക്കളുണ്ട്, എല്ലാവരെയും പഠിച്ച് വിദേശത്തേക്ക് അയച്ചു, അവരെല്ലാം വിദേശത്താണ്. ഞാൻ വളരെ തമാശയോടുകൂടി ചോദിച്ചു, മക്കളെല്ലാം അവധിക്ക് വരാറായോ എന്ന്. അപ്പച്ചൻ വളരെ സങ്കടത്തോടു കൂടി എന്നെ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ മകൾ എന്നെ കാണാനായിട്ട് വന്നിട്ട് ഏകദേശം 9 വർഷമായി. അവരെല്ലാം അമേരിക്കയിൽ സെറ്റിൽഡായിട്ട് അവരെ ജീവിക്കുകയാണ്. അവർക്കെന്നെ കാണണമെന്ന് ആഗ്രഹമില്ല. ആ മാതാപിതാക്കളുടെ കണ്ണിൽ ചെറിയ സങ്കടങ്ങളൊക്കെയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതും നേടുന്നതിന് വേണ്ടി പലതെല്ലാം നഷ്ടപ്പെടുത്തി കടന്നു പോകുമ്പോൾ തിരിച്ചറിയുക, നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത്
ഏറ്റവും മൂല്യമേറിയ രത്നങ്ങളാണോ എന്ന്. പള്ളിയിലെ വികൃതിയായ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെയും കൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് അമ്മ വന്നിരിക്കുകയാണ്. പരാതി ഒന്ന് മാത്രം, ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും മകൻ കേൾക്കുന്നില്ല. മകനെ മാറ്റി നിർത്തി സംസാരിച്ചപ്പോൾ മകൻ പറഞ്ഞ കാര്യം ഇപ്രകാരമാണ്: ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാതെ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാതിരിക്കുന്ന അപ്പനും അമ്മയും പറയുന്ന കാര്യം ഞങ്ങൾ കേൾക്കേണ്ടതുണ്ടോ? അവർക്ക് ജോലിക്ക് മാത്രമേ സമയമുള്ളൂ. പലതിൻ്റെയും പിന്നാലെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയാതെ നഷ്ടപ്പെടുത്തി കളയുന്നത് മൂല്യമേറിയിട്ടുള്ള രത്നങ്ങളാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യകരമാണ്. ഈ ഓടലുകൾക്കിടയിൽ പലതെല്ലാം നമ്മൾ നേടുന്നുണ്ട്. സമ്പത്ത് നേടുന്നുണ്ട്, അന്തസ്സ് നേടുന്നുണ്ട്, സന്തോഷങ്ങൾ നേടുന്നുണ്ട്. ഈ നേട്ടങ്ങൾക്കിടയിൽ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് ഏറ്റവും മൂല്യമേറിയ രത്നങ്ങളാണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സുവിശേഷം പറയുക, യഥാർത്ഥമായ നിധി കണ്ടെത്തിയവൻ അത് ഒന്നും നഷ്ടപ്പെടുത്തുന്നില്ല എന്ന്. ദൈവം നമുക്ക് ഈ വിലയേറിയ രത്നങ്ങളെയെല്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി അത് നഷ്ടപ്പെടുത്താതിരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. വില കൂടിയ സമ്മാനങ്ങളെക്കാളും ഉയർന്ന ജോലികളെക്കാളും മാതാപിതാക്കന്മാരുടെ അനുഗ്രഹത്തിനും സ്നേഹത്തിനും നമ്മൾ മൂല്യം കൽപ്പിക്കണം. ഉന്നത ശമ്പളത്തെക്കാൾ ഉപരിയായി കർത്താവിൻ്റെ സ്നേഹത്തിന് നമ്മൾ മൂല്യം കൽപ്പിക്കണം. ഇപ്രകാരം ദൈവം നൽകിയിരിക്കുന്ന മനോഹരമായ വിലയേറിയ രത്നങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കാനാണ് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രിയമുള്ളവരെ, നമുക്കെല്ലാം സുപരിചിതമായ പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന നോവലിൻ്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാം. നിധി തേടി ഇറങ്ങുന്ന ആട്ടിടയനായ ബാലൻ അവസാനം കറങ്ങിത്തിരിഞ്ഞ് എത്തുന്നത് അവൻ ആദ്യമേ നിന്നിരുന്ന അതേ സ്ഥലത്തേക്ക് തന്നെയാണ്. നമുക്കെല്ലാവർക്കും ദൈവം വിലയേറിയ രത്നങ്ങളെ നൽകിയിട്ടുണ്ട്. ആ രത്നങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കാനാണ് നമ്മളെപ്പോഴും പരിശ്രമിക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ തെറ്റിപ്പോകാറുണ്ട്. സുവിശേഷം ഓർമ്മിപ്പിക്കുക, വിവേകപൂർണമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തണമെന്നാണ്. എനിക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുന്ന എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷം, ദൈവാനുഗ്രഹം, കൃപയിൽ വളരാനുള്ള നിമിഷങ്ങൾ, ഇങ്ങനെയുള്ള മനോഹരമായ രത്നങ്ങളെയും സമ്പത്തിനെയും ഉപേക്ഷിച്ചിട്ട് നാം മറ്റ് എന്ത് നേടിയാലും അതൊന്നും ഒരിക്കലും നമുക്ക് സന്തോഷം നൽകുകയില്ല. നമുക്ക് ലഭിച്ച ഈ രത്നങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവം എന്നും നമുക്ക് സംരക്ഷമായിരിക്കട്ടെ.